തുള്ളിച്ചാടി വരുന്ന ആരാ? തുള്ളിച്ചാടി വരും കുഞ്ഞിപ്പുഴു. പുഴുവോ? അതിന് പറഞ്ഞതാ. ആ ഒരു ഫ്ലോയിലൊക്കെ പറഞ്ഞു അല്ലെന്ന് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു. അങ്ങനെ ഉണ്ടല്ലേ? കുഞ്ഞുങ്ങളല്ലേ, നമ്മള് സ്നേഹത്തോടെ പറയണല്ലേ, തെറ്റില്ല. കുഞ്ഞിപ്പുഴ ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന മോനെ. ഈ പ്രായത്തിലൊക്കെ തുള്ളി കളിക്കാൻ പറ്റുന്നിടത്തോളം തുള്ളി കളിച്ചു. കുറച്ചുകൂടെ വലിയ കഴിഞ്ഞ പറഞ്ഞു, ഈ പ്രായമായിട്ടാണ് ഇങ്ങനെ തുള്ളി കളിക്കണേ എന്ന് ചോദിച്ചോ? അല്ല, ശരിക്കും നമുക്ക് എത്ര വയസ്സാണേലും തുള്ളി കളിക്കണം. അതാണ് നമുക്ക് ജീവിതം ഒന്നല്ലേ ഉള്ളൂ. ഈ പ്രായത്തിൽ തുള്ളി കളിക്കുന്ന ഒരാളെ കണ്ടോ? അതെ, ആ ചെവി അങ്ങ് പൊത്തി പിടിച്ചിട്ട് ഇഷ്ടംപോലെ തുള്ളി കളിക്കുക. വേദിയക്കുട്ടി, നാട്ടിൽ പോയിട്ട് എന്തൊക്കെയാ വിശേഷം? എനിക്ക് ഉടുപ്പ് കിട്ടി. എവിടുന്ന്? കല്യാണത്തിന്റെ അടുക്കുന്ന്. കല്യാണത്തിന്റെയോ? ആരുടെ കല്യാണത്തിന്റെ? ഒരു മാമന്റെ കല്യാണത്തിന് ഒരു ഡ്രസ് കിട്ടി. മാമന്റെ കല്യാണത്തിന് കുഞ്ഞിന് ഉടുപ്പെടുത്ത് കൊടുത്തു. കൊള്ളാലോ. നമുക്കൊക്കെ അങ്ങനെയല്ലായിരുന്നോ പണ്ട്? ഒരു പിറന്നാള് വരുമ്പോ, ഒരു ക്രിസ്മസോ ന്യൂ ഇയർ ഒക്കെ വരുമ്പോ ഒരു പുതിയ ഉടുപ്പ് കിട്ടും. ഇന്നിപ്പോ ഡെയിലി ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുക. ഡെയിലി കെട്ടിയാലും മേടിക്കും. എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? ഞാൻ അടുത്തത് 2ാം ക്ലാസ്സിലേക്കാ പോകുന്നത്. 2ലേക്കായോ? വെരി ഗുഡ്, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. ഓ, സമ്മതിച്ചു. ഇത്ര വലിയൊരു കുട്ടിയായല്ലേ പെട്ടെന്ന്. ഏത് പാട്ടാ പാടുന്ന ഇന്ന്? മുറ്റത്തെ മുല്ലയിൽ മുത്തശ്ശി മുല്ലയിൽ കൊള്ളാലോ. കൊള്ളാലോ, മിടിക്കുകയാണല്ലോ. നല്ല പാട്ടാണല്ലോ സെലക്ട് ചെയ്തേക്കണേ. ഇതിന്റെ വരികളൊക്കെ എങ്ങനെ പഠിച്ചു? എഴുതാൻ അറിയാമോ? വായിക്കാൻ അറിയാമോ? പിന്നെ എങ്ങനെ പഠിച്ചു? അത് കേട്ട് കേട്ട് പഠിച്ചു. ഓ, കേട്ട് പഠിച്ചാണല്ലേ? 1ാം ക്ലാസ്സിൽ എഴുതാൻ. മഞ്ഞ് കുളിപ്പിച്ച അമ്മ പഠിപ്പിച്ചെന്ന് ബാക്കി 2 പേരെയും ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചു. ഓ, അത് ശരി. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ? അപ്പൊ 1ാം ക്ലാസ്സിൽ നിന്ന് 2ാം ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കിട്ടിപ്പോയ നമ്മുടെ വേദിക കുട്ടിയുടെ പാട്ട് നമുക്ക് കേൾക്കാം. മുറ്റത്തെ മുല്ലയിൽ മുത്തശ്ശി മുല്ലയിൽ മുത്തുപോലെ മണി മുത്തുപോലെ ഇത്തിരി പൂവിരിഞ്ഞു പണ്ടൊരിത്തിരി പൂവിരിഞ്ഞു. മുറ്റത്തെ മുല്ലയിൽ മുത്തശ്ശി മുല്ലയിൽ മുത്തുപോലെ മണി മുത്തുപോലെ ഇത്തിരി പൂവിരിഞ്ഞു
അടിപൊളിയായല്ലോ വേദിക. താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. മധുക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു വേദിക കുട്ടിയുടെ പാട്ട്? വേദിക കുട്ടി കലക്കിയില്ലേ, മിടിക്കല്ലേ. വേദിക പണിതുയർത്തി. അതെ, അടിപൊളിയായിരുന്നു. നന്നായിട്ട് പാടി. നല്ല നല്ല എന്ത് രസ പാടണ കാണാനും. ആ മാല എന്തൊരു തിളക്കാൻ നോക്കിയേ. ഡയമണ്ട്സ് ഫുൾ. ആ ഡയമണ്ട്സ് ആണല്ലേ. അതുപോലെ തന്നെ ഉടുപ്പിലും ഉണ്ട് അത്. അതും ഡയമണ്ട്സ്. അതും ഡയമണ്ട്സാ. തലയിലും ഡയമണ്ട്സാ. ഡയമണ്ട്സിന്റെ ആളോ? അതെ അതെ. അത് പൂവും പറ്റിയ രണ്ട് കണ്ണു പോലെയുണ്ട്. എന്റെ നാട്ടില് മുല്ലപ്പൂ ഉണ്ട്. ഉണ്ടാ? നമ്മുടെ ആരുടെയെങ്കിലും നാട്ടിലുണ്ടോ ഈ മുല്ല? അല്ല നമ്മുടെ അതെ, നമ്മുടെ ശരിയാണല്ലോ. വീടുകളല്ലേ പണ്ടത്തെ നമ്മുടെ വീട് ഫുൾ മുല്ലയായിരുന്നു. ആ എന്റെ അതെ, അതെ, വീട്ടിലുണ്ട്. എന്റെ ആണല്ലേ? ആ മുല്ലച്ചെടി. പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, ഈ മുല്ലപ്പൂവിന്റെ കാര്യം പറഞ്ഞ ആ. ആരോടെങ്കിലും പൂ വേണോ എന്ന് ചോദിച്ചാൽ പൂ വേണ്ടാന്ന് ആരും പറയില്ല. പറയില്ല. പൂ വേണ്ടാന്ന് പറയരുത് പെണ്ണുങ്ങള്. ഓ അങ്ങനെയാണോ? പക്ഷെ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇത് മുല്ലപ്പൂ? കണ്ടില്ലേ റിമിയുടെ ഡ്രസ് ഉണ്ട്, മുല്ലപ്പൂവിന്റെ കളറ്. അതെ. എന്റെ വീട്ടിലുണ്ട് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് എല്ലാരും പറയും. ചേച്ചിയുടെ വീട്ടിലുള്ള അതേ മുല്ല മണമില്ലാത്ത മുല്ല. മണമില്ലാത്ത മുല്ലയോ? അയ്യോ അങ്ങനെ പഴഞ്ചൊല്ലില്ലേ, കേട്ടിട്ടില്ലേ? മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല അതാ കേട്ടിട്ടുണ്ട്. ഉദ്ദേശിച്ചത്. മുല്ലപ്പൂവിന് മണമുണ്ട്. നമ്മൾ ഈ പാട്ടിന്ന് എവിടെയൊക്കെ എവിടേക്കോ പോയി. പോയി. ചക്കര, നമുക്ക് പൂക്കാരി നിർത്താം. ചക്കര സൂപ്പർ ആയിട്ട് പാടിട്ടോ. ചക്കര മുത്ത് പോലെ അങ്ങനെ അതെ. പാടി കേട്ടാ. മിടുക്കിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിത്രവിമാനത്തിൽ മാനത്തുയർന്നപ്പോൾ. അതെങ്ങനെയായിരുന്നു? ചിത്രവിമാനത്തിൽ മാനത്തുയർന്നപ്പോൾ ഇത്തിരി ആ പൂവ് ഉയർന്നപ്പോൾ, പടഞ്ഞു. ആ ഉയർന്നപ്പോളിന്റെ കേൾക്കാൻ നല്ല രസമുണ്ട്. ചിത്രവിമാനത്തിൽ മാനത്തുയർന്നപ്പോൾ വെരി ഗുഡ്, വെരി ഗുഡ്. സൂപ്പർ, സൂപ്പർ. കലക്കി. എന്റെ വീട്ടില് മുല്ലപ്പൂ എല്ലാം ഉണ്ടായിനി. ഉണ്ടായിനി. ആ അതപ്പ ഇപ്പൊ പോയി. പോയോ? വാടിപ്പോയി. അതിപ്പോ നമുക്ക് വീണ്ടും നടാലോ. എവിടെ പോയത് അത്? അത് വാടിപ്പോയി. വാടിപ്പോയോ? വാടിപ്പോയി. എവിടെ വീട്? വീട് എവിടെ? കണ്ണൂര്. കണ്ണൂർ. അത് കാസർഗോട്ടേക്ക് പോയി തോന്നുമില്ല. കൊയിലാണ്ടിക്കും പോയി. ഇപ്പൊ എന്തായാലും കലക്കിട്ടോ ഒന്ന്. കലക്കിട്ടാ. Thank you. മിടുക്കിയാണ്, മിടുക്കി. അടിപൊളിയാക്കി. എല്ലാരോടും ഒരു കാര്യം പറയാനുണ്ട്. ആ. ആ പറ. നാട്ടിൽ പോയിട്ട് ഞാൻ പറശ്ശിനിയില് പോയി. പറശ്ശിനി പോയിനാ? പറശ്ശിനി മുത്തപ്പന്റെ അടുത്ത്. മുത്തപ്പന്റെ ആ, അടുത്ത് പോയി. മുത്തപ്പന്റെ അടുക്ക എന്നിട്ട് പോയി. മുത്തപ്പൻ എന്ത് പറഞ്ഞു? മുത്തപ്പൻ പാട്ട് പാടിയോ മുത്തപ്പന്റെ മുമ്പില്? മുത്തപ്പന്റെ മുന്നിൽ അത് ഏത് പാട്ടാ ഏത് പാടിയേ? പാട്ടാ പാടിയത് മുത്തപ്പന്റെ മുന്നില്? തന്നിടടെ ഭാഗ്യം കാണാം നിന്റെ ആറാട്ട്. ആ ശ്രീകുട്ടനങ്ങള് പാടിയ പാട്ട്. ആ. ആ എന്നിട്ട് മുത്തപ്പൻ എന്ത് പറഞ്ഞു? മുത്തപ്പൻ മുത്തപ്പൻ പറഞ്ഞു ഇത് ആ കാര്യം വേറെ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല. ആ. ആണോ? അങ്ങനെ പറഞ്ഞിട്ടോ? അങ്ങനെ പറഞ്ഞു. ഇല്ല. അല്ല മുത്തപ്പൻ ഉറക്കല്ലേ പറയണേ? എന്താ പറഞ്ഞ മുത്തപ്പൻ? ചേച്ചി? എന്നും പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. ആ ആണോ? അത് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ ഏതായാലും ഒന്ന് കലക്കിട്ടാ. മിടുക്കിയായിരുന്നു. ആ അപ്പൊ ഇന്ന് മുത്തപ്പന്റെ അനുഗ്രഹം ഒക്കെ മേടിച്ച് അതെ, അങ്ങ് വെറുതെ അല്ലേ ഇന്ന് കുറച്ചുകൂടെ ഒന്ന് അതെ, അതെ. നല്ല അല്ലേ? ഇമ്പ്രൂവ്മെന്റ് അല്ലേ? ആ നല്ല ഇമ്പ്രൂവ്മെന്റ്. ആ എല്ലാം കൊണ്ട് കലക്കി. ഏതെങ്കിലും ഒരു പാട്ട് കലക്കാതെ പോയിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഉണ്ടോ? ഇല്ല. ഇതിന്റെ സീക്രട്ട് അപ്പൊ പറശ്ശിനിക്കടവും മുത്തപ്പനായിരിക്കും അല്ലേ? ആ ഉമ്മ. അപ്പൊ എന്നാ പൂക്കുറ്റി കൊടുത്തേക്കാം അല്ലേ? ആ. ആ. ആഡിയോ ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ കുറ്റിമുല്ല പൂക്കുറ്റി. ചക്കര, all the best. ടാറ്റാ.